ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇമോളിൻ മോയ്സ്ചറൈസർ ക്രീമിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഇമോളിൻ മോയ്സ്ചറൈസർ ക്രീം? ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് ആർക്കെല്ലാം ഉപയോഗിക്കാം? ഇമോളിൻ മോയ്സ്ചറൈസർ ക്രീം ഉപയോഗിച്ചാൽ ക്യാൻസർ ഉണ്ടാവുമോ? ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണ്? ഈ മോയ്സ്ചറൈസർ ഓയിൽമെൻറ്റ് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? ഇതിനെല്ലാം കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ആണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഡ്രൈ സ്കിൻ പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നവർക്കുള്ളൊരു പെർഫെക്റ്റ് സൊല്യൂഷനാണ് ഇമോളിൻ മോയ്സ്ചറൈസർ ക്രീം. മെയിൻലി ഇത് ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് ഉപയോഗിക്കുന്നതെങ്കിലും നോർമൽ ടു ഡ്രൈ സ്കിൻ ടെൻഡൻസി ഉള്ളവർക്കും ഇത് ഉപയോഗിക്കാം. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്ന സമയങ്ങളിൽ ഓയിലി സ്കിന്നുള്ളവർക്ക് സ്കിൻ ഡ്രൈ കണ്ടീഷനിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഇത് ഉപയോഗിക്കാം. പക്ഷേ ഓയിലി സ്കിന്നുള്ളവർക്ക് തുടർച്ചയായ ഉപയോഗം റെക്കമെൻഡ് ചെയ്യുന്നില്ല. സ്കിന്നിന് മുകളിലെ ലെയറിൻ്റെ ജലാംശം നഷ്ടപ്പെടുന്നതാണ് ഡ്രൈ സ്കിൻ ഉണ്ടാവാനുള്ള കാരണം. ഇമോളിൻ മോയ്സ്ചറൈസർ ക്രീം ചർമ്മത്തിൻ്റെ മുകളിൽ ഒരു ഓയിൽ കണ്ടൻ്റ് ഉള്ളൊരു ലെയർ ഉണ്ടാക്കുകയും അതിൽ ജലാംശം നിലനിർത്തുകയും ചെയ്യുന്നു. അത് സ്കിന്ന് ഡ്രൈ ആയി മറ്റ് സ്കിൻ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നു. സിവിയറായിട്ട് സ്കിന്ന് ഡ്രൈ ആവുക, ഭയങ്കരമായിട്ട് റഫ് ആവുക, ഇറിറ്റേറ്റഡ് ആവുക, സ്കിന്ന് ഡ്രൈ ആയി നല്ല ചൊറിച്ചിലുണ്ടാവുക, ചില എക്സിമ കണ്ടീഷൻസ് വരിക, ചർമ്മത്തിൻ്റെ തൊലി ചെതുമ്പൽ പോലെ ഇളകി വരിക, മുഖത്ത് ഡ്രൈ ആയി തടിച്ച് റെഡിഷ് കളറിൽ വരണ്ട പാടുകൾ ഉണ്ടാവുക, ഇങ്ങനത്തെ സ്കിൻ കണ്ടീഷൻസ് ഉള്ളവർക്കെല്ലാം ബെസ്റ്റ് ചോയ്സാണ് ഇമോളിൻ മോയ്സ്ചറൈസർ ക്രീം. ഈ സ്കിന്ന്, ഓയിലി സ്കിന്ന് ഇവർക്കെല്ലാം ഡ്രൈ സ്കിൻ ഉള്ളവരിൽ ഉപയോഗിക്കുന്നത് പോലെ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നങ്ങളിൽ നിന്നും താൽക്കാലികമായി ഉപയോഗിക്കാമെന്നല്ലാതെ ഒരിക്കലും കണ്ടിന്യൂസ്ലി ഉപയോഗിക്കരുത്. കാരണം ഇതൊരു നോൺ കോമഡോജനിക് പ്രൊഡക്റ്റ് അല്ല. ഇതിൽ മൈസ്റ്റൈൽ മെതിസ്റ്റേറ്റ് എന്നൊരു ഇൻഗ്രീഡിയൻ്റ് അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കോമഡോജനിക് ഇൻഡെക്സ് വളരെ ഹൈ ആണ്. സോ ഇമോളിൻ മോയ്സ്ചറൈസർ ക്രീം ഒരു നോൺ കോമഡോജനിക് പ്രൊഡക്റ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. അതിനാൽ ആക്നി സ്കിന്ന്, ഓയിൽ സ്കിന്ന് ഇങ്ങനെയൊക്കെയുള്ളവർ ഉപയോഗിക്കാതിരിക്കാം. ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ പോലും വളരെ കുറഞ്ഞ എമൗണ്ടിൽ ഡ്രൈ ആയിരിക്കുന്ന ഭാഗങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഈ ക്രീമിൽ ഒരുപാട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇതിൽ പ്രൊപ്പൈലിൻ ഗ്ലൈക്കോൾ അടങ്ങിയിരിക്കുന്നു എന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ അയ്യോ ക്യാൻസർ ഉണ്ടാവുമോ എന്നുള്ള ചോദ്യം സാധാരണയാണ്. കാരണം പ്രൊപ്പൈലിൻ ഗ്ലൈക്കോൾ ഒരു പെട്രോളിയം പ്രൊഡക്റ്റാണ്, അതുപോലെ കാർസിനോജനിക്കുമാണ്. അതുകൊണ്ട് ക്യാൻസർ വരുമോ എന്നുള്ള ചോദ്യത്തിന് ഇവിടെ വളരെയധികം പ്രസക്തിയുണ്ട്. പക്ഷേ സ്കിൻ കെയർ, കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഇവയിലെല്ലാം 1.5% മാത്രമേ പ്രൊപ്പൈലിൻ ഗ്ലൈക്കോൾ അടങ്ങിയിട്ടുള്ളൂ. സോ ക്യാൻസർ വരുമോ എന്നോർത്ത് പേടിക്കേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് BHA, ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ആമിസോൾ. പല പഠനങ്ങളും പറയുന്നത് ഇതിൽ കാർസിനോജനിക് പ്രോപ്പർട്ടി ഉണ്ട് എന്നാണ്. ഇത് ഫുഡ്, കോസ്മെറ്റിക്സ് ഇതിലെല്ലാം ആഡായൊരു കണ്ടൻറ്റാണ്. പക്ഷേ ഈ ക്രീമിൽ വളരെ ലോ കോൺസെൻട്രേഷനിൽ മാത്രമേ ആഡ് ആയിട്ടുള്ളൂ. സോ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും വരുന്നില്ല. പക്ഷേ ഗർഭിണികൾ, ഫീഡ് ചെയ്യുന്ന അമ്മമാർ ഇവരൊന്നും BHA ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമോളിൻ ക്രീമിൽ വളരെ കുറച്ച് എമൗണ്ടിൽ മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചൊന്നും ഉപയോഗിക്കരുത്. ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഇതിൽ ലെസ്തീൻ, ഗ്ലിസറിൻ, ഡെമിത്തിക്കോൺ, സ്ക്വാലിൻ ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമോളിൻ മോയ്സ്ചറൈസർ ക്രീം ആൽക്കഹോൾ ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, ഫ്രാഗ്രൻസ് ഫ്രീയും ആണ്. കുളി കഴിഞ്ഞ ശേഷം ഇത് അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുപോലെ തന്നെ ഉപയോഗിക്കുന്നവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മസ്റ്റായിട്ടും ഒരു SPF ഉപയോഗിച്ചിരിക്കണം. ഇല്ലെങ്കിൽ സ്കിൻ ടാൻ എല്ലാം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എത്ര നാൾ ഇത് ഉപയോഗിക്കണം, ഒരു ദിവസം തന്നെ എത്ര നേരം ഇത് ഉപയോഗിക്കണം എന്നതെല്ലാം ഡോക്ടർ അഡ്വൈസ് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ്. കാരണം നമുക്ക് എത്രത്തോളം ശരീരം ഡ്രൈ ആവുന്നുണ്ട്, സ്കിൻ കണ്ടീഷൻസ് എന്തെല്ലാമാണ്, ഇതെല്ലാം ഒരു ഡെർമറ്റോളജിസ്റ്റിന് മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് അറിയാൻ കഴിയുള്ളൂ. ബേസിക്കലി ഇമോളിൻ ക്രീം വളരെ സേഫാണ്. എന്നാലും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഡോക്ടർ റെക്കമെൻഡേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം നമ്മുടെ സ്കിൻ കണ്ടീഷൻസിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ
ഡോക്ടർ ഇത് പ്രിസ്ക്രൈബ് ചെയ്യത്തുള്ളൂ. എന്നാലും ചർമ്മത്തിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ്, അതുപോലെ റെഡിഷ് കളർ ഉണ്ടാവുക, പിന്നെ മുഖം, കഴുത്തിൻ്റെ ഭാഗം ഇവിടെയൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്ന വീക്കം, എരിച്ചിൽ, മുഖത്ത് പെട്ടെന്ന് ഒരുപാട് കുരുക്കൾ വരിക, ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ ഉപയോഗം നിർത്തി ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. അല്ലാത്ത പക്ഷം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവാതെ ഡോക്ടർ റെക്കമെൻഡേഷൻസ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്ന് നല്ല സോഫ്റ്റാക്കി, നല്ല ഹെൽത്തി ആക്കി, നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. പല ഓൺലൈൻ ഷോപ്പ് ആപ്സിൽ നിന്നും ഈ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. 300 to 400 സംതിങ് പ്രൈസ് മാത്രമേ ഇതിനെല്ലാം വരുന്നുള്ളൂ. എന്നാലും പ്രത്യേകിച്ച് ഫസ്റ്റ് യൂസ് ചെയ്യുന്നവരെല്ലാം ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിലൂടെ മെഡിക്കൽ സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.